CPM പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രമേയത്തിന് മേലുള്ള പൊതുചർച്ച പൂർത്തിയായി. PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മറുപടി നൽകും. കേരളത്തിൽ നിന്ന് ഇന്ന് TN സീമ, ജെയ്ക് സി തോമസ്, MP രാജേഷ് എന്നിവർ സംസാരിച്ചു. എംപുരാനെതിരായ സംഘപരിവാർ ആക്രമണവും പാർട്ടി കോൺഗ്രസിലെ പൊതുചർച്ചയിൽ ഉയർന്നു. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, പൊതു ചർച്ചയിൽ ഉയർന്ന പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ എന്തായിരുന്നു? ആരൊക്കെയാണ് പ്രധാനമായും സംസാരിച്ചത്? ഇനി മറുപടി എപ്പോഴാണ്? ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വന്നത്. വിവിധ സംസ്ഥാനങ്ങൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തന്നെ സംസാരിച്ചു. ബംഗാളിൽ നിന്നുള്ള പ്രതിനിധികൾ കോൺഗ്രസിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് സഹകരണമൊന്നും ഉണ്ടാകുന്നില്ല എന്ന കുറ്റപ്പെടുത്തലാണ് കോൺഗ്രസിനെതിരെ ബംഗാളിൽ നിന്നുള്ള സഖാക്കൾ മുന്നോട്ട് വെച്ചത്. അതിനൊപ്പം തന്നെ പ്രായപരിധി കർശനമായി നടപ്പാക്കണമെന്ന നിലപാട് ബംഗാൾ ഘടകം ആവർത്തിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം യുവാക്കളെ അവിടെ ബംഗാളിൽ കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ പ്രായപരിധി നടപ്പാക്കി യുവാക്കളെ കൊണ്ടുവന്നതോടുകൂടി പാർട്ടി കുറച്ചുകൂടി യങ്ങായി, യുവത്വമുള്ളതായി. BJPയുടെ മറ്റും തൃണമൂലിന്റെ മറ്റും നേതാക്കന്മാർ പ്രായമുള്ളപ്പോൾ CPMന്റെ യുവനിരയായി മാറി. അതുകൊണ്ട് പ്രായപരിധി കർശനമായി നടപ്പാക്കണമെന്ന് അവർ എത്തിച്ചേർന്നു. അതേസമയം തമിഴ്നാട് നിന്നുള്ള സഖാക്കൾ പ്രായപരിധി കർശനമായി നടപ്പാക്കുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്ന് വിവരം. മാത്രമല്ല, പ്രായപരിധിയുടെ പേരിൽ മാറ്റപ്പെട്ട സഖാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന വിമർശനം കൂടി ഉണ്ടായെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ 8 മണിക്കൂറാണ് ചർച്ച നടത്തിയത്. 2 റിപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. കരട് രാഷ്ട്രീയ പ്രമേയവും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും. അതിൽ 46 മിനിറ്റാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. കേരളത്തിൽ നിന്ന് ഇന്ന് 3 പേർ സംസാരിച്ചു. TN സീമ, അതുപോലെ തന്നെ MP രാജേഷ്, ജെയ്ക് സി തോമസ് അടക്കമുള്ളവർ സംസാരിച്ചു. TN സീമ പ്രധാനമായും പറഞ്ഞത് CPMന്റെ സംഘടനാബലം സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം നടത്തി മാത്രം തെളിയിക്കേണ്ടതല്ല, ദേശീയ തലത്തിലേക്ക് അത് കൊണ്ടുപോകണം, അതിന് ദേശീയ നേതൃത്വം തയ്യാറാകണം എന്ന കാര്യം മുന്നോട്ട് വെച്ചു. ജെയ്ക് സി തോമസ് ആണ് എമ്പുരാൻ വിഷയം ഇന്ന് പാർട്ടി കോൺഗ്രസിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. കലയെ എതിരായി എന്തെങ്കിലും കലയിലൂടെ പറയുകയാണെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയെന്നോണമാണ് കേരളത്തിൽ എമ്പുരാൻ സിനിമയ്ക്കെതിരായ അക്രമം എന്നാണ് ജെയ്ക് സി തോമസ് പറഞ്ഞത്. ഇന്നലെ വർഗീയതയ്ക്കെതിരായ ഒരു പ്രമേയം പാർട്ടി കോൺഗ്രസ് പാസാക്കിയിരുന്നു. അത് പരാമർശിച്ച് പോകുമ്പോൾ P രാജീവ് കൂടി എമ്പുരാന്റെ വിഷയം പറയുകയുണ്ടായി. എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടിയാണ് അതിനകത്ത് മറുപടി ഉണ്ടാവുക. 4 മണിക്കാണ് മറുപടി തുടങ്ങുന്നത്. അത് PB യോഗം ചേർന്നാണ് മറുപടി എന്തൊക്കെ വേണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. PB 3 മണിയോടുകൂടി ചേരുകയും 4 മണിക്ക് മറുപടി ആരംഭിക്കുകയും ചെയ്യും. 7 മണിക്ക് മുതിർന്ന നേതാവും PV അംഗവുമായ PV രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച സമ്മേളനം ഇന്നത്തേക്ക് പിരിയും. നാളെ രാവിലെ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടക്കും. നാളെ പൂർണ്ണമായും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് നടക്കുന്നത്. മറ്റന്നാൾ രാവിലെയാണ് മറുപടി. അതിനിടയിൽ PV കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ചേർന്നുകൊണ്ട് പുതിയ കേന്ദ്ര കമ്മിറ്റി, പുതിയ PB, പുതിയ ജനറൽ സെക്രട്ടറി എന്നിവരെ തീരുമാനിക്കും. മറ്റന്നാൾ ഉച്ചയോടുകൂടി സമ്മേളനം ഔദ്യോഗികമായി സമാപിക്കും. പിന്നീട് പൊതുസമ്മേളനമാണ് നടക്കുക. സൈഫ്, പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നുള്ള ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച അംഗങ്ങളെല്ലാവരും കഫിയ ധരിച്ചെത്തിയതായിരുന്നു. എങ്ങനെയായിരുന്നു പാർട്ടി കോൺഗ്രസ് അംഗങ്ങളുടെ പലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യം? സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സംഘാടക സമിതി എല്ലാ പ്രതിനിധികൾക്ക് 811 പ്രതിനിധികളുണ്ട്. 811 പ്രതിനിധികൾക്കും കഫിയ നൽകുകയുണ്ടായി. കഫിയ നൽകി ആദ്യഘട്ടത്തിൽ ചർച്ച പൂർത്തിയായതിനുള്ള ഇടവേളയിലാണ് ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം പാർട്ടി പ്രതിനിധികൾ വിളിച്ചത്. പാർട്ടി സമ്മേളന പ്രതിനിധികൾ വിളിച്ചത്. സുഭാഷിണി അലിയാണ് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അത് ഏറ്റുവിളിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ CPMന്റെ രാഷ്ട്രീയ നിലപാട് എല്ലാ കാലത്തും ഫലസ്തീനെ അനുകൂലിച്ചുകൊണ്ടുള്ളതാണ്. അത് CPMന്റെ ഏറ്റവും വലിയ സമ്മേളന വേദിയായ പാർട്ടി കോൺഗ്രസിൽ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതും കഫിയ ധരിച്ചുകൊണ്ടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനം നല്ല രസമുള്ള മനോഹരമായ കാഴ്ചയായിരുന്നു. ശരി സൈഫ്.